എൻ്റെ അടുത്ത് രാജേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് വരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഡയലോഗ് എടുത്ത് ഇങ്ങനെ പോകുന്നു. ഞാൻ അതുപോലെ ചെയ്യും. അസോസിയേറ്റ് ഡയറക്ടർ അച്ഛൻ്റെ ഡയലോഗ് കേൾക്കണ്ടേ? ഈ ഡയലോഗ് രാജേട്ടൻ പറയണം, മറ്റേ ഡയലോഗ് നിവിൻ പോയി പറയും. നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എനിക്ക് അത്ഭുതമായി. പക്ഷേ ഞാൻ പ്രൊഡക്ഷൻ പോയി കയ്യിൽ ജ്യൂസ് ഒരു ചായ. സാറേ ജ്യൂസ് വേണോ അത് ചായ വേണോ? എനിക്ക് പറഞ്ഞാൽ സെറ്റിലെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പറയുന്നത് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു പുള്ളിയുടെ ആക്ഷൻ. എന്തായാലും പടം ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എല്ലാ ഹിറ്റിനുള്ള ചേരുവകളും ഉണ്ട്. അപ്പോൾ ഇവിടെ അധികം ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വേഷം തന്നതിൻ്റെ ഗോവിന്ദ് ബാലചക്രനും ഉണ്ണിഷൻ, അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാവരും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമാണ്. എല്ലാവരും എനിക്ക് എങ്ങനെ കഥകൾ കാണുന്നറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു രൂപമുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് ഇനി രോഗിയായിട്ട് കിടത്താനാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല, ഉഗ്രൻ റോളാണ്. പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും നമുക്ക് കാണാം. ഞാൻ ആയിട്ടാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ജോണറിലുള്ള ചിത്രം വരുന്നത്. കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി ഏകദേശം 100 ദിവസത്തിലധികമായാണ് നമുക്ക് അതിൻ്റെ ചില ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെന്ന്. മലയാളി പ്രേക്ഷകന്റെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരുപിടിയല്ല ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീമതി സബിത ആനന്ദിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിനടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ ഞാൻ എന്നും വൈകിട്ട് അമ്പലത്തിൽ പോയി പോയാണെന്ന് പറയുന്നത് ഭാഗ്യമാണെന്ന്. ആ ഭാഗ്യം എന്താണെന്ന് ഞാൻ കുറേ ആലോചിക്കാൻ ശ്രമിച്ചു. കാരണം ഷൂട്ട് തുടങ്ങിയ ഒരു 20 ദിവസം ആകുമ്പോഴും ഞാൻ ഉണ്ണി സാറിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതും നീഞ്ചേട്ടനെ പോലെ ഒരാളാണ് എൻ്റെ ഓപ്പോസിറ്റ്. ദയവായി ഇതിലേക്ക് വന്നെന്ന് അഭ്യർത്ഥിക്കുന്നു. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും തൻ്റെ അഭിനയം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിയ ശ്രീ വിഷ്ണു അഗസ്ത്യ, വേറിട്ട ശൈലി കൊണ്ടും കഥാപാത്രങ്ങളിലെ വൈവിധ്യം കൊണ്ടും മലയാളിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷ. ഒപ്പം മേഘ തോമസ്. മേഘയെ നമുക്ക് പല സിനിമകളിലൂടെയും നമുക്ക് സുപരിചിതയാണ്. മേഘയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ കൊച്ചുകാർക്ക് സുപരിചിത. എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഒരു വേദിയിലൂടെ നിൽക്കാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരുടെയും കൂടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് വിവേകേട്ടൻ ത്രൂ തന്നെയാണ്. വിവേകേട്ടൻ ഇതുപോലെ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എലിസബത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, നീ ഒന്ന് സെറ്റായിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഡിഷന് പോയി. ഓഡിഷനിലെ സാറിനെ കാണാനാണ് ആദ്യം പോയത്. അപ്പം ആരാ ഡയറക്ടർ എന്താണെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായി ചെന്ന് നേരെ കാണുന്നത് സാറിന് മുറിയിൽ ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് ഹലോ പറയുമ്പോഴാണ് ഞാൻ കാണുന്നത് ഉണ്ണികൃഷ്ണൻ സാറാണ് ഡയറക്ടർ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു എലിസബത്ത് എന്നാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. വേറെ ഈ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ അശ്വൻ ചെയ്യും? ആ ഒരു മറുപടിയാണ് ആ വേഷം എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നത്. ഞാൻ എത്രയോ ആളുകൾക്ക് നല്ല രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞാണ് ഞാൻ അതിൻ്റെ അർത്ഥം ചെയ്തത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-40 കൊല്ലം മുമ്പേ മദ്രാസിൽ സിനിമ അഭിനയിക്കാൻ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പുറത്തെല്ലാം നിന്ന് നോക്കും, ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പാത്രം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ബാലരാജൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സണ്ണൽ വന്നു എന്നും മാത്രമല്ല മോഹൻലാൽ ഒരു വളർന്നൊരു നല്ലൊരു ഒരു കലാകാരനാകുന്നതൊരു അന്നത്തെ ആ പ്രവർത്തനത്തിന് എനിക്ക് മനസ്സിലായ കാര്യമില്ല. അങ്ങനെ വളരെ തന്നെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ നടനായി സൂര്യനെ പോലെ ജയിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം മാറിയിരിക്കാൻ എന്നും ഈ കലാരംഗത്തിന് സിനിമാ രംഗത്തിൽ ഓർമ്മപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എനിക്ക് നിലപാടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരാളുണ്ട്, ആന്റണി. ഞാൻ പറഞ്ഞത് ഒരു വിഷമം, കാരണം ഞാൻ പറയാനുള്ളത് എടുത്ത് പറഞ്ഞാൽ സാധിക്കും. അത് ആരും പാപ്പാണ്.
ഈ ആനനെ തെളിക്കടിക്കും സ്വപ്പം മാത്രമേ അടുത്താരും പോകുന്നത് അതാണ് സ്വപ്നം ആനയെ പറ്റി ഞാൻ പറയുന്നു. കെട്ടിനെ ക്ഷമിക്കണം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണി പാപ്പാനുള്ള ഒരു ബന്ധം ഇത് വലിയ ഐക്യമാണ്. ആ ബന്ധം ഇതിൽ നാഗത്വത്തെ അതിൽ പല കാര്യങ്ങളും എനിക്കാണെന്ന് എനിക്ക് ശ്രദ്ധിക്കുകയാണ്. ഇരുമ്പോഴേ